സീസൺ 6 75% അവസാനിക്കുമ്പോൾ വീടിനുള്ളിലെ മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകൾ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. പരസ്പരം തമ്മിൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുമുണ്ട്. ലൈവിൽ പോലും സൗഹൃദപരമായ അന്തരീക്ഷം കോമ്പൗണ്ടിനുള്ളിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ പുറത്ത് വലിയ യുദ്ധക്കളമാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. ഫാൻസ് ആർമികൾ തമ്മിലും PR ഗ്രൂപ്പുകൾ തമ്മിലും പുറത്തായ മത്സരാർത്ഥികൾ തമ്മിലുമൊക്കെ പല കാരണങ്ങളുടെ പേരിലും സോഷ്യൽ മീഡിയ വാക്പോരുകൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. പല തരത്തിലുള്ള ഡീഗ്രേഡിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇത്തരം വാഗ്വാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നിലവിൽ ബിഗ് ബോസ് മലയാളം 6ലെ മത്സരാർത്ഥിയായ അപ്സരയുടെ ഹസ്ബൻഡും ആർട്ടിസ്റ്റുമായ ആൽബി ഫ്രാൻസിസ്, മുൻ സീസണിലെ വിജയി അഖിൽ മാരാറും വൈൽഡ് കാർഡായി ബിഗ് ബോസിലേക്ക് പോയി ചില പ്രത്യേക കാരണങ്ങളാൽ പുറത്താവേണ്ടി വന്ന സിബിനുമായിട്ടാണ് ഇപ്പോൾ കൊമ്പ് കോർക്കുന്നത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അഖിൽ മാരാറിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളും ആരോപണങ്ങളും ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരം ആരോപണങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ പേര് കൃത്യമായി വെളിപ്പെടുത്താത്തതിനാൽ ജനറലൈസ് ചെയ്യപ്പെടുമെന്നും തന്റെ ഭാര്യയും അതിൽ പെട്ടേക്കുമെന്നാണ് ആൽബി പറയുന്ന ന്യായങ്ങൾ. ഈ ഒരു കാര്യത്തെ മുൻനിർത്തി അഖിൽ മാരാറിന്റെ കുടുംബത്തെ വലിച്ചിഴച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ആൽബി ചില കാര്യങ്ങൾ ആരോപിച്ചപ്പോൾ അതും മറ്റൊരു യുദ്ധത്തിലേക്ക് വഴിവെക്കുക തന്നെയായിരുന്നു. പിന്നീട് അഖിലും ആൽബിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്താവുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഒരു കൂട്ടം ആളുകൾ അഖിൽ മാരാറിനെ വിമർശിച്ചുകൊണ്ട് തന്നെ ആൽബിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഒന്നും അറിയാത്ത ഫാമിലിയെ വലിച്ചിഴയ്ക്കുന്നത് വളരെ മോശം പ്രവണത ആണെന്നാണ് ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം. ഇതൊന്നും കൂടാതെ ഇപ്പോൾ ബിഗ് ബോസ് 6 മത്സരാർത്ഥിയായിരുന്ന സിബിനെതിരെ രൂക്ഷ വിമർശനവുമായി ആൽബി ഫ്രാൻസിസ് സോഷ്യൽ മീഡിയകൾ വഴി തന്റെ നിലപാടുകൾ വെളിപ്പെടുത്തുകയാണ്. ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും താല്പര്യമുള്ള മത്സരാർത്ഥികളാണ് ഷോയിൽ തുടർന്നു പോകുന്നതെന്ന സിബിന്റെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആൽബിയുടെ പ്രതികരണം. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെയാണ് സിബിന്റെ ആരോപണങ്ങൾ എന്നതാണ് ആൽബി പറയുന്നത്. സിബിൻ തുടക്കത്തിൽ ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു. പക്ഷേ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിലൂടെ അയാൾ ഒരിക്കലും ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ലെന്ന് ബോധ്യമാക്കുകയായിരുന്നു. വിമർശനം വന്നപ്പോൾ അയാൾ ഇരുന്ന് കരഞ്ഞു നിലവിളിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ടു എന്നുമാണ് ആൽബി പരസ്യമായി പറഞ്ഞത്. സിബിൻ ഏറ്റവും അധികം ലക്ഷ്യമിട്ട മത്സരാർത്ഥികളിൽ ഒരാൾ അപ്സരയായിരുന്നു എന്നതിന് തനിക്ക് തെളിവുകളുണ്ടെന്നാണ് ആൽബി പറയുന്നത്. ശ്രീധുവും അപ്സരയുമായി ഒരു ടാസ്കിന്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നത്തിൽ ശ്രീധുവിനോട് സോറി പറയിപ്പിക്കാൻ അപ്സരയെ കൊണ്ടുപോയതും തുടർന്നുണ്ടായ സംഭവങ്ങളും സിബിന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് സിബിൻ പറഞ്ഞതിൽ നിന്നും വ്യക്തമാണെന്നാണ് ആൽബി പറയുന്നത്. ആ സാഹചര്യത്തിൽ സിബിൻ റൂമിന് പുറത്തു വന്ന് പറഞ്ഞത് ശ്രീധു അപ്സരയെ ഗെറ്റ് ഔട്ട് അടിച്ചെന്നായിരുന്നു. അപ്സര അവിടെ കിടന്ന് കരയേണ്ടി വരുമെന്ന് പറഞ്ഞ സിബിൻ 2 ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് കരഞ്ഞപ്പോഴാണ് ദുരന്തം എന്ന വാക്കിന്റെ പര്യായമാണ് സിബിൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇപ്പോഴും അവിടെയുണ്ട്. പിന്നീട് സിബിൻ പുറത്തേക്ക് വന്നപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ചോ, പക്ഷെ എന്നെ പറയരുത്, തനിക്കുള്ള ചായയും വടയും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നോളാമെന്നും സിബിൻ പറഞ്ഞിരുന്നു. അതിലൊരു ഭീഷണി ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് ആൽബി പറയുന്നത്. തിരുവനന്തപുരത്തൊക്കെ ചായയും വടയും തരാമെന്ന് പറയുന്നത് മരണാനന്തര ചടങ്ങുകൾക്കാണ് എന്നും ചായ കുടിക്കാത്ത ആളാണ് താൻ എന്നാണ് സിബിനോട് പറയാനുള്ളതെന്നും ചെറിയ ഉമ്മാക്കിയൊന്നും കണ്ട് പേടിക്കുന്ന വ്യക്തിയല്ല താനെന്നും ആൽബി പറയുന്നു. ഉടനെ തന്നെ ഇതിനുള്ള മറുപടി സിബിനോ മാരാറോ പറയുമെന്നും ഈ യുദ്ധം ഇങ്ങനെ അവസാനമില്ലാതെ തുടരുമെന്നുമാണ് പ്രേക്ഷകർ വിധിയെഴുതുന്നത്.